عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يقول الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, കരുണാവധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമിനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഹജ്ജ് കർമ്മങ്ങളെയും അവരുടെ പ്രാർത്ഥനകളെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചില സുഹൃത്തുക്കൾ രോഗികളാണ്, അസുഖവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് രോഗശമനം നൽകി, ശിഫ നൽകി, പൂർണ്ണമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് ഖുതുബകളിലായി മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സമാപനം എന്നോണം മുസ്ലിം ഉമ്മത്ത് അവർ കാത്തു സൂക്ഷിക്കേണ്ടുന്ന പരസ്പരമായ ബന്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അറബി ഭാഷയിൽ ഒരു നാടോടി കഥയുണ്ട്. ഒരു കാട്ടിൽ കരുത്തരായ 3 കാളകൾ ഉണ്ടായിരുന്നു. ഒരു കറുത്ത കാള, ഒരു വെളുത്ത കാള, ഒരു ചുവന്ന കാള. ഇവറ്റകൾ 3 ഒരുമിച്ചേ നടക്കൂ, ഒരുമിച്ചേ പുല്ല് തിന്നു, ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും 3 പേരും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് ഇവരെ ആക്രമിച്ച് കീഴടക്കാൻ മറ്റൊരു ജീവിക്കും സാധ്യമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ കാട്ടിലെ സിംഹത്തിന് കാടുകളിൽ ഒന്നിനെ തിന്നാൻ വലിയ പൂതിയായി. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, ഇവ 3 കൂടി ഒരുമിച്ച് നടന്നാൽ സാധ്യമല്ല, 3നെയും പരസ്പരം അകറ്റണം. ഒരു ദിവസം കറുത്ത കാളയും ചുവന്ന കാളയും ഒരുമിച്ച് പുല്ല് തിന്നുകയും അല്പം ദൂരം മാറി വെളുത്ത കാള പുല്ല് തിന്നുകൊണ്ടിരിക്കെ സിംഹം മെല്ലെ ആ 2 കാളകളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒരു ഗുണകാംക്ഷയാണ്, ഇന്നി ലക്കും നാസിഹുൽ അമീൻ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വെള്ളക്കാളയെ കൂടി
കൂടെ കൂട്ടുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കാരണം വെളുപ്പ് എന്നത് ഏറ്റവും വേഗം തിരിച്ചറിയും. അവന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആപത്തുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവനൊരു മതരാഷ്ട്രവാദിയാണ്. അവന്റെ പത്രവും ചാനലും ഒക്കെ വലിയ പ്രശ്നമാണ്. അവൻ എല്ലാറ്റിനും പിന്നിലുള്ള ആളുകളാണ്. അവരെ മാറ്റണം. അപ്പോ ചുവന്ന കളപ്പും കറുത്ത കളപ്പും തോന്നി ശരിയാണ്. അങ്ങനെ ഒരു അപകടം ഉണ്ടല്ലോ. അവർ പിറ്റേ ദിവസം തൊട്ട് വെള്ളക്കാളെ അവരിൽ നിന്ന് അകറ്റി. വെള്ളക്കാള ഒറ്റപ്പെട്ട് നിന്ന ദിവസം സിംഹം അതിനെ വേട്ടയാടി ഭക്ഷിച്ചു. കാലം കുറച്ചുകൂടി കഴിഞ്ഞപ്പോ സിംഹത്തിന് വീണ്ടും കാളയിറച്ചി തിന്നാനുള്ള മോഹം തോന്നി. കറുത്ത കാള അടുത്തില്ലാത്തൊരു സന്ദർഭം നോക്കി ചുവന്ന കാള അടുത്ത് തെറ്റി എന്നിട്ട് പറഞ്ഞു. സിംഹം പറഞ്ഞു, ഞാൻ അന്നേ പറയണമെന്ന് വിചാരിച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ കറുത്ത കാളയും അപകടമാണ്. കാരണം അവൻ വളരെ വേഗത്തിൽ പുല്ല് തിന്നുന്നു. അവൻ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും മേൽക്കൈ നേടുന്നു. അതുകൊണ്ട് പിന്നീട് നിനക്ക് തിന്നാൻ പുല്ലില്ലാതെ വരും. അതുകൊണ്ട് കറുത്ത കാളയെ എങ്ങനെയെങ്കിലും അകറ്റണം. ചുവന്ന കാളക്ക് തോന്നി ശരിയാണല്ലോ പറയുന്നത്. ഇവരിങ്ങനെ പുല്ല് തിന്നാൽ എനിക്ക് പിന്നെ ഇവിടുന്ന് പുല്ല് കിട്ടും. അങ്ങനെ അവർ രണ്ടുപേരും വഴി പിരിഞ്ഞു. അങ്ങനെ ചുവന്ന കാള ഒറ്റക്കായപ്പോൾ സിംഹം അവനെ തിന്നു. കാലം പിന്നെയും കഴിഞ്ഞു. സിംഹത്തിന് വീണ്ടും വിശന്നു. സിംഹം ഒറ്റക്കുതിപ്പിന് വെളുത്ത കാളയെ പിടികൂടി. വെളുത്ത കാളയെ പിടികൂടിയപ്പോൾ ചുവന്ന കാളയെ പിടികൂടി. സിംഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാതെ കൊല്ലപ്പെടുമെന്ന് തോന്നിയപ്പോൾ ചുവന്ന കാള പറഞ്ഞു, എനിക്കൊരു അന്ത്യാഭിലാഷമുണ്ട്. ഒരു വരിയിൽ ഞാനത് പറയാം. അത് ഈ കാടിനോടൊന്ന് വിളിച്ചു പറയാനുള്ള അവസരം എനിക്ക് തരണം. ഒട്ടും ദീർഘിപ്പിക്കുകയില്ല. അന്ത്യാഭിലാഷമല്ലേ? കാള പറഞ്ഞു, സിംഹം പറഞ്ഞു, എന്നാണ് ഈ പറഞ്ഞോളൂ. അങ്ങനെ ആ ചുവന്ന കാള എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഉക്കിൽത്തു യൗമ ഉക്കില അസ്സൗറുൽ അബിയർ. സത്യത്തിൽ വെള്ളക്കാളയെ ഒറ്റിക്കൊടുത്ത അന്നേ ദിവസം തന്നെ ഞാനും സിംഹത്തിന്റെ ഇരയായിരുന്നു എന്നാണ് ആ കാള പറഞ്ഞത്. അതിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറബി ഭാഷയിലെ ഉക്കിൽത്തു യൗമ അസ്സൗറുൽ അബിയറു, വെള്ളക്കാള തിന്നപ്പെട്ട ദിവസം ഞാനും തിന്നപ്പെട്ടിരുന്നു എന്ന ചൊല്ലും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഗുണപാഠം ഈ സദസ്സിനോട് പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ പരസ്പരമുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ മറ്റൊരു കഥ എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഉദ്ധരിച്ചതാണ്. മുസ്ലിം സമൂഹമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ, സാദൃശ്യമുണ്ടെങ്കിൽ അത് യാദൃച്ഛികമല്ല, വസ്തുതാപരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് നിർബന്ധമായി പുലർത്തണം എന്ന് പറയുന്ന ഒരു കാര്യം, വിശ്വാസികളോട് ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം, ഈ രണ്ട് കാര്യവും അറബി ഭാഷയിൽ ഒരൊറ്റ പദത്തിൽ നിന്നുണ്ടായതാണ്. ശമത്ത എന്ന് പറയുന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. ശമത്ത എന്ന പദത്തിന്റെ ഒരു പ്രത്യേകത, അതിന് വിരുദ്ധമായ രണ്ടർത്ഥമാണ്. ശമത്ത എന്ന പദത്തിൽ നിന്നാണ് ശമാത്തത്തുൽ അദ എന്നൊരു പദം ഉണ്ടായത്. മറ്റൊരു പദം തശ്മീത്തുൽ ആദിസ് എന്ന് പറയുന്നത്. ഞാൻ എന്തിനു പറയുന്നത് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നു. തന്റെ സഹോദരൻ തുമ്മുന്നത് കണ്ടാൽ ഉടനെ അത് കേൾക്കുന്ന ആ തുമ്മൽ കേൾക്കുന്ന ആൾ യർഹമുക്കുമുള്ള എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ തുമ്മുമ്പോൾ മറ്റേയാൾ യർഹമുക്കുമുള്ള എന്ന് പറയുന്നതിനെയാണ് തശ്മീത്തുൽ ആദിസ് എന്ന് പറയുക. ഇത് നബി നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യമാണ്.
കാരണം തുമ്മുന്ന ഒരു സന്ദർഭത്തിൽ തുമ്മുന്ന ആളുടെ ഹൃദയം ഒരു നിമിഷം നിലക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ തന്റെ സഹോദരൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് കേട്ടവൻ റഹ്മക്കുമുള്ള അള്ളാഹ് നിന്നോട് കാരണം ചെയ്യട്ടെ എന്ന് തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെയാണ് തശ്മീത്തുൽ ആത്തിസ് എന്ന് പറയുന്നത്. അതേസമയം ക്ഷമത്ത എന്ന് പറയുന്ന അതേ പദത്തിൽ നിന്നുണ്ടായ മറ്റൊരു വാക്കുണ്ട്, ക്ഷമാത്തത്തി എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ നീ എന്നെ ക്ഷമാത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറയാറുണ്ടായിരുന്നു. ക്ഷമാത്തത്ത് എന്ന് പറഞ്ഞാൽ ഫർഹുൽ ആബിദി ബിബലിയത്തി അഖീഹി, തന്റെ സഹോദരന് നേരിടുന്ന ഒരു വിപത്തിൽ ഉള്ളിൽ സന്തോഷിക്കുന്നതിനെയാണ് ക്ഷമാത്തത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു ലാ തുദ്ഹിരി ക്ഷമാത്തലി അഖൈക്കും, നീ ഒരിക്കലും നിന്റെ സഹോദരൻ ഉണ്ടാകുന്ന ഒരു പ്രയാസത്തിൽ നിന്റെ ഉള്ളിൽ സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒരു വിശ്വാസിയിൽ നിന്ന് അല്ലാഹു ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഉണ്ടാവണമെന്ന് പഠിപ്പിച്ചു, മറ്റൊന്ന് ഉണ്ടാവരുതേ എന്ന് പഠിപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇതിൽ ഏത് ക്ഷമാത്തത്താണുള്ളത്? ക്ഷമാത്തത്താണ് ഉള്ളത്, അതിന് തശ്മീത്തുൽ ആത്തിസാണ് ഉള്ളത്. നമ്മുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ നിലപാട് പരസ്പരം ആശ്വസിപ്പിക്കുന്ന, പ്രയാസങ്ങളിൽ പങ്കുചേരുന്ന മനസ്സല്ല. എന്റെ സംഘടനയിൽപ്പെട്ട അല്ലാത്ത ഒരുത്തന് മറ്റൊരു സംഘടനയ്ക്ക് ഒരു ദുരന്തം സംഭവിച്ചാൽ അതിനൊപ്പം നിൽക്കാനാണ്, അതിനുള്ളിൽ സന്തോഷിക്കാനാണ് പലപ്പോഴും നമുക്ക് വിധിയുണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? കേരളത്തിൽ അറിയപ്പെട്ട ഒരു പാരമ്പര്യ മതസംഘടന ഭിന്നിച്ചത് 1985 ശരീഅത്ത് വിവാദങ്ങൾ നടക്കുമ്പോൾ, ഇസ്ലാമിക ശരീഅത്തിനെതിരെ വളരെ കാര്യമായ പ്രചാരണം നടക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ യോജിച്ചു. അപ്പോൾ മറ്റു മുസ്ലിം സംഘടനകളുമായി വേദി പങ്കിട്ടു എന്ന പേരിലാണ് കേരളത്തിലെ അറിയപ്പെട്ട ഒരു പാരമ്പര്യ മുസ്ലിം സംഘടന ഭിന്നിച്ച് വേറെ സംഖ്യയായി മാറിപ്പോയത്. ദീനിന്റെ ഒരു പൊതുവിഷയത്തിൽ പോലും പരസ്പരം ഒരുമിച്ചിരിക്കാനുള്ള ഒരു വിശാലത നഷ്ടപ്പെട്ടു പോയി എന്നതാണ് സത്യം. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആളുകളാണ് കാണാൻ കഴിയും. ഒരു സംഘടനയുമായി മറ്റൊരു സംഘടനയെ എങ്ങനെ തീവ്രവാദിയാക്കാം എന്നാണ്. ഞാൻ ആൾക്കൂട്ടത്തിൽപ്പെട്ടല്ല, അവൻ തീവ്രവാദിയാണ്. ആർക്കു വേണ്ടിയാണ് ഇവർ ഈ തീവ്രവാദം പരസ്പരം ചാർത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിംഹത്തിന് വേണ്ടിയിട്ടാണ്. സിംഹത്തിന് വേണ്ടി വെള്ളക്കാളയെ ഒറ്റിക്കൊടുത്ത്, ചുവന്ന കാളയെ ഒറ്റിക്കൊടുത്ത് അവസാനം ഇരയാകാൻ പോകുന്നത് ആരാണ് എന്ന സാമാന്യമായ തിരിച്ചറിവ് പോലും ഇല്ലാത്ത നിലപാടുകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉമ്മത്ത് മുസ്ലിമയെ കുറിച്ച് പറയുന്ന ഒരു ചിത്രമാണ്, വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങൾ ഒരൊറ്റ സമുദായമാണ്, ഒറ്റ ഉമ്മത്താണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു പറയുന്നുണ്ട് നമ്മളെ കുറിച്ച്. പക്ഷെ നമ്മളങ്ങനല്ല. റസൂലുള്ളാഹി പറയുന്നുണ്ട് നിങ്ങൾ ഒരൊറ്റ ശരീരമാണ്. തറൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദ്ദുഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ്, നിങ്ങൾ ഒരൊറ്റ ശരീരം പോലെയാണ്. ഇദസ്തകാ മിൻഹു ഉൾവൻ കദാലഹു സായിർ ജസദിഹി, കൈവിരൽ തുമ്പ് മുറിഞ്ഞാലും ശരീരം മുഴുവൻ ആ വേദനയിൽ പങ്കുചേർന്ന് ആ കൈവിരലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ ശരീരത്തിലെ ഒരേ അവയവം പോലെ പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം സമൂഹം എന്ന് അള്ളാഹു പറയുന്നു, എന്റെ റസൂൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനല്ല. എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും ഉമ്മത്ത് മുസ്ലിമയെ കുറിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമല്ല ദൗർഭാഗ്യവശാൽ ഞാനും നിങ്ങളുമൊക്കെ അടങ്ങിക്കൊണ്ടിരിക്കുന്ന സംഘടനകൾ പരസ്പരം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഇത്ര വ്യവസ്ഥാപിതമായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന മറ്റൊരു മുസ്ലിം സമൂഹങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഉത്തരേന്ത്യയിലും കാണാൻ കഴിയില്ല, അറബ് ലോകത്തും കാണാൻ കഴിയില്ല. അത്രയും സജീവമാണ് കേരളത്തിലെ മുസ്ലിം മതരംഗം എന്ന് പറയുന്നത്. മുസ്ലിം സംഘടനകൾക്ക് പത്രങ്ങളുണ്ട്, ചാനലുകളുണ്ട്,
വാർത്താവിനിമയ സംവിധാനങ്ങളുണ്ട്, വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി, ഒരുപക്ഷെ പരസ്പര സാമ്യം പോലും ഇല്ലാത്ത വിധത്തിൽ വളർച്ച പ്രാപിച്ച മുസ്ലിം സമൂഹമാണ് കേരളത്തിലുള്ളത്. എന്നിട്ട് പോലും മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ വിഷയങ്ങളിലെങ്കിലും ഒരുമിച്ചിരിക്കാനുള്ള ഒരു ശേഷി നമുക്കില്ല. നമ്മുടെ ആവശ്യം എന്താണ്? ഓരോരുത്തരും അവനവന്റെ സംഘടനാപരമായ ആവശ്യങ്ങൾ, അവനവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. അതേസമയം ഞാനും അവരുമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഈ മുസ്ലിം ഉമ്മത്തുണ്ടല്ലോ, ഇത് സംഘടനകളുടെ അജണ്ടകളിൽ വരുന്നില്ല എന്നത് എത്ര ദൗർഭാഗ്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു. ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജില്ലാ സമ്മേളനം, വലിയൊരു സംഘടന നടക്കും. ആ സമ്മേളനത്തിൽ അവർ ആരെയൊക്കെ വിളിക്കും? ആ സമ്മേളനത്തിൽ അവർ കമ്മ്യൂണിസ്റ്റുകളെ വിളിക്കും, ആ സമ്മേളനത്തിൽ അവർ നിരീശ്വരവാദികളെ വിളിക്കും, ആ സമ്മേളനത്തിൽ അവർ സാക്ഷാൽ സംഘികളെ വിളിക്കും, എല്ലാവരും വിളിക്കും. പക്ഷെ മറ്റൊരു മുസ്ലിം സംഘടന നേതാവിനെ വിളിക്കില്ല. ഒരേ അള്ളാഹുവിനും ഒരേ പ്രവാചകനും ഒരേ അനുഷ്ഠാനങ്ങളും അറിവ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവരെ വിളിക്കില്ല. അതേസമയം അവരുടെ വേദികളിൽ എല്ലാവർക്കും അവനല്ലാത്ത, അവന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ലാത്ത എല്ലാവർക്കും വേദികൾ കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി അള്ളാഹു പഠിപ്പിച്ചത്, നിങ്ങൾക്ക് ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാകുമെന്ന്. അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകി ഉമ്മത്ത് മുസ്ലിമയുടെ ഭാഗമാക്കി എന്നതിന്റെ ഒന്നാമത്തെ അടയാളം യശ്റഹു സദ്റഹു, അയാളുടെ ഹൃദയം വിശാലമാകും, ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാകുമെന്ന്. ആളുകളെ ഉൾക്കൊള്ളാനുള്ള, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനുള്ള, അവനെ കുറിച്ച് ചേർത്ത് പിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്നതാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടമായ അടയാളം എന്ന് പറയുന്നത്. നമ്മൾ ചരിത്രം പഠിച്ചു നോക്കൂ. സ്പെയിൻ എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? യൂറോപ്പ് എന്ന് പറയുന്നത് 900 വർഷം മുസ്ലിം ഉമ്മത്ത് ഭരിച്ച താരിഖ് ബിൻ സിയാദിന്റെ ചരിത്രം മുതൽ ഭരിച്ച് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ബോസ്നിയ ഹെർസഗോവിന അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവൻ, സോവിയറ്റ് റിപ്പബ്ലിക്കിലെ ഏതാണ്ട് 10-23 രാഷ്ട്രങ്ങളടക്കം ഭരിച്ച ഒരു മുസ്ലിം സമൂഹം, സ്പെയിനിന് ആസ്ഥാനമായി വന്ന, അന്തരിസ് ആസ്ഥാനമായി വന്ന മുസ്ലിം സമൂഹം, ഇതെങ്ങനെ നഷ്ടപ്പെട്ടു പോയത്? തമ്മിത്തല്ലി നഷ്ടപ്പെടുത്തിയതാണ്. ഈ പാഠങ്ങളൊക്കെ ഉണ്ട്. നമുക്കുണ്ടാവുന്ന ഏതൊരു നേട്ടം, ഒരു സംഘടന പത്രം തുടങ്ങിയാൽ മറ്റേ സംഘടനകൾ വിചാരിക്കുന്നത് ഞാനും പത്രം തുടങ്ങണമെന്നാണ്. അവൻ ഫില്ല് ചെയ്യാത്ത ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ് എന്റെ ബാധ്യത എന്ന് തിരിച്ചറിയാനുള്ള ശേഷിയില്ല. ഒരുത്തൻ ചാനൽ തുടങ്ങിയാൽ ഞാനും ചാനൽ തുടങ്ങും, അവസാനം എല്ലാവരും ഒരുമിച്ച് കൂട്ടും എന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉമ്മത്ത് മുസ്ലിമയുടെ പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്റെ സംഘടന ഏത് ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നതല്ല കാര്യം. അവനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒന്ന് എനിക്കുണ്ടാവണം എന്നത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പരസ്പരമുള്ള മാത്സര്യം മാത്രമേ അടിസ്ഥാനപരമായി നമ്മുടെ ലക്ഷ്യമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ പിരിച്ചുവിട്ട് ഒരൊറ്റ സംഘടന ഉണ്ടാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നിൽക്കുക. സാധ്യമല്ല, സാധ്യമല്ലെന്നല്ല, അള്ള പോലും അത് ആഗ്രഹിച്ചിട്ടില്ല. ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നത് റബ്ബ് നമ്മോട് പറഞ്ഞതാണ്. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യന്മാരെയൊക്കെ ഒറ്റ കോലത്തിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ആളുകൾക്കിടയിൽ ഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങളെ വീട്ടിൽ നോക്കി, നിങ്ങളുടെ മക്കളിൽ തന്നെ മൂത്തവന്റെ അതേ പ്രകൃതമാണ് ഇളയവനുള്ളത്? ഇളയവന്റെ പ്രകൃതമാണോ നടുക്കുള്ളവനുള്ളത്? ഒരിക്കലും അല്ല. അള്ളാഹു പറയുന്നു, ആളുകൾക്ക് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാവും. പക്ഷെ ഈ വ്യത്യസ്തമായ നിലപാട് എന്ന് പറയുന്നത് പരസ്പരം ഭിന്നിക്കാനുള്ള ന്യായമല്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ചരിത്രം എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിം സമൂഹത്തിൽ നമുക്കറിയാവുന്ന 4 വ്യത്യസ്തമായ മദ്ഹബുകളുണ്ട്.
ഇമാം അബൂ ഹനീഫയുടെയും ഇമാം മാലിക്കിന്റെയും ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെയും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും മദ്ഹബുകളുണ്ട്. ഈ കർമ്മശാസ്ത്ര മദ്ഹബുകൾ ഉണ്ടായിരിക്കെ തന്നെ ഇവരാരും ദീനിനെ പൊതുവിഷയങ്ങളിൽ വ്യത്യസ്തരായിരുന്നില്ല. ഒരു വിഷയത്തെ കുറിച്ച് കർമ്മശാസ്ത്ര വിഷയമാണ്, മദ്ഹബിന്റെ വിഷയമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ നിങ്ങൾക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒന്നുകൂടി ഞാൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരം തന്നിട്ടുള്ള വിഷയങ്ങളിലാണ് നമ്മുടെ ഇമാമുമാർ ഭിന്നാഭിപ്രായക്കാരായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭിന്നമായ മദ്ഹബുകൾ ഉണ്ടായിട്ടുള്ളത്. ഒരു വിഷയത്തിൽ ഒന്നിലധികം അഭിപ്രായം വെച്ചു പുലർത്താൻ അള്ളാഹു തന്നെ അനുമതി തന്നിട്ടുള്ള വിഷയങ്ങളിലാണ് ഇമാം മാലിക്കും ഇമാം ഷാഫിഈ ഇമാം അഹ്മദ് ബിൻ ഹംബലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ദീനിൽ ഒരു ഭിന്നപ്പെട്ടായ ആളുകളല്ല. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള ആയത്തുകളുണ്ട്. ഉദാഹരണത്തിന് മോഷ്ടാവിന്റെ ശിക്ഷയെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരായത്തെ ഞാൻ പറയാം. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ അയ്ദിയഹുമാ, ഖുർആൻ ആയത്താണ്. മോഷ്ടിച്ച പെണ്ണിനെയും ആണിനെയും കൈകൾ മുറിക്കുക എന്നതാണ്. കൈകൾ മുറിക്കുക എന്നതാണ് ആയത്ത്. ഫഖ്തഉ എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്ന പദത്തിന് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ കൈ എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ ആരെങ്കിലും ഒരാളുടെ കൈ ഇങ്ങനെ മുമ്പിങ്ങനെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൈക്കെന്താ പറ്റില്ല ചോദിക്കുക. ഒരാൾ മുട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൈക്കെന്താ പറ്റിയെന്ന് നമ്മൾ ചോദിക്കുക. അപ്പൊ കൈ എന്ന് പറഞ്ഞാൽ കൈയുടെ ഒരു ഭാഗമാണോ കൈ മുഴുവനുമാണോ എന്ന് ഭിന്നിക്കാനുള്ള അവസരമുണ്ട്. അറബി ഭാഷയിൽ കൈവിരലിന് അൽമിലത്ത് എന്ന് പറയും, കൈപ്പടത്തിനാണെങ്കിൽ കഫ് എന്ന് പറയും, മുട്ടിനാണെങ്കിൽ റുക്ബത്ത് എന്ന് പറയും, തോളിനാണെങ്കിൽ കത്ഫ് എന്ന് പറയും. അള്ളാഹ് നേർക്ക് നേരെ പറയാമായിരുന്നുണ്ട്, മോഷ്ടിച്ച വ്യാണിന്റെയും പെണ്ണിന്റെയും കൈവിരൽ മുറിച്ചു കളയുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഇമാമിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട. എല്ലാ ഇമാമാരും കൈവിരൽ എന്ന് പറഞ്ഞാല്. പക്ഷെ അള്ളാഹ് അത് പറഞ്ഞില്ല. അള്ളാഹ് പറയാത്ത എന്താന്ന് വെച്ചാൽ ആളുകൾക്ക് വ്യത്യസ്തമായ വീക്ഷണം വെച്ച് കൊടുത്താൽ അനുമതി അള്ളാഹ് തന്നെയാണ്. അള്ളാഹ് ഐദി എന്നേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, പ്രബലമായ ചില മദ്ഹബുകളിൽ മോഷ്ടിച്ചവന്റെ കൈവിരൽ മുറിച്ചാൽ മതി. ഷാഫി മദ്ഹബ് അനുസരിച്ച് കൈപ്പടമാണ് മുറിക്കേണ്ടത്. വേറെ ചില മദ്ഹബുകൾ മുട്ടുൾപ്പെടെ മുറിച്ചു കളയണമെന്ന അഭിപ്രായമുള്ള ആളുകളാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവാനുള്ള കാരണം റബ്ബ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വീക്ഷണം വെച്ച് പുലർത്താൻ ചില സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയിട്ടാണ്. സുബഹിന്റെ കുനൂത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷാഫി മദ്ഹബിൽ സുബഹിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രബലമായ ഒരു സുന്നത്ത്. മറ്റു മദ്ഹബുകളിലൊന്നും ഒരു സുന്നത്തല്ല. കുനൂത്ത് ഓതിയുടെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തെളിവുകൾക്ക് രണ്ട് വ്യാഖ്യാനങ്ങൾ അനുമതിയുള്ളത് കൊണ്ടാണ്. നേർക്ക് നേരെ സുബഹിക്ക് സുന്നത്ത് ഓതാമെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. റസൂൽ കുനൂത്ത് ഓതിയിട്ടുണ്ട്. അപ്പൊ അതിൽ വന്നിട്ടുള്ള പ്രമാണങ്ങൾ, അപ്പൊ പ്രമാണങ്ങൾ വന്നിട്ടില്ലാത്തതോ അല്ലെങ്കിൽ വന്നിട്ടുള്ള പ്രമാണങ്ങളിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള വിഷയങ്ങളാണെങ്കിൽ ഇമാമുമാർക്ക് ഭിന്നമായ അഭിപ്രായം ഉണ്ടാവും. ഒരു സംശയമില്ല കാര്യത്തിൽ. സ്ത്രീയെ തൊട്ടാൽ വുളു മുറിയുമോ? ഷാഫി മദ്ഹബില് അന്യ സ്ത്രീ ഭാര്യയാണെങ്കിൽ പോലും തൊട്ടാൽ വുളു മുറിയും. മറ്റു മദ്ഹബുകളിൽ വുളു മുറിയില്ല. വികാരത്തോടു കൂടി സ്പർശിച്ചാൽ മാത്രമേ വുളു മുറിയുള്ളൂ എന്നാണ് മറ്റു മദ്ഹബുകൾ പറയുന്നത്. എന്താ കാരണം വെച്ചാൽ അൽസംബന്ധമായി വന്ന തെളിവുകൾ ഈ രണ്ടു തരം വ്യാഖ്യാനങ്ങൾക്കും പറ്റുന്ന തരത്തിലാണുള്ളത്. അപ്പൊ അതിനാണ് കർമ്മശാസ്ത്ര മദ്ഹബ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അനുമതിയുള്ള വ്യാഖ്യാനങ്ങൾക്ക് അള്ളാഹു തന്നെ അനുമതി തന്നിട്ടുള്ള വിഷയങ്ങളിലാണ് വ്യത്യസ്തമായ നിലപാട്. ഖുർആനിലെ ആയത്തോട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ വിവാഹമോചിതയായ സ്ത്രീകൾ വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന സലാസത ഖുറൂ, ഖുർആനിലെ ആയത്താണ്. വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ, വിവാഹമോചിതയായ സ്ത്രീകൾ 3 ഖുർഉ കാത്തിരിക്കണം. ഈ ഖുർഉ എന്ന് പറഞ്ഞതിന്റെ പ്രശ്നമുണ്ട്. ഖുർഉ എന്ന് പറഞ്ഞാൽ ശുദ്ധികാലം നടത്തുന്നുണ്ട്. ഖുർഉ എന്ന് പറഞ്ഞാൽ ആർത്തവകാലവും നടത്തുന്നു. സ്വാഭാവികമായിട്ടും ആളുകൾ ഭിന്നിക്കും. ശുദ്ധകാലത്താണോ 3 ശുദ്ധികാലമാണോ വിധവയുടെ ഇദ്ദ, വിധവയുടെ അല്ല മുത്തല്ലഖയുടെ ഇദ്ദ, അതോ 3 ആർത്തവകാലമാണോ? അള്ളാഹ് നേർക്കെതിരെ പറയാറുണ്ടല്ലോ, വൽ മുത്തല്ലഖാത്തു ബിഅൻഫുസിഹിന്ന യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസ ഹൈവാത്ത്, അല്ലെങ്കിൽ സലാസത അത്ഹുർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശുദ്ധികാലം എന്ന് പറയുന്ന ഈ ഭിന്നമായ അഭിപ്രായം ഉണ്ടാകുമല്ലോ. പക്ഷെ അള്ളാഹ് എന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് ചില വിഷയങ്ങളിലെങ്കിലും മനുഷ്യർക്ക് സ്വയമായി തീരുമാനമെടുക്കാൻ പറ്റുന്ന
അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തീരുമാനമെടുക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം അത് തന്നുകൊണ്ടാണ്. അതേസമയം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇമാം അബൂ ഹനീഫ ഇമാം ഷാഫി തമ്മിൽ ബഹുർ നമസ്കാരം നിർബന്ധമാണ്, ബഹുർ 4 റക്അത്താണെന്ന വിഷയത്തിൽ ഒരിക്കലും തർക്കം ഉണ്ടാവില്ല. തർക്കം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അതിൽ വന്നിട്ടുള്ള പ്രമാണങ്ങൾ ഖണ്ഡിതമാണ്. അപ്പൊ ഖണ്ഡിതമല്ലാത്ത പ്രമാണങ്ങൾ വന്നിട്ടുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്ക് അനുമതിയുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുണ്ടാവും. അതുകൊണ്ട് അവർ വ്യത്യസ്തമായ ദീനിനെ ഭിന്നിപ്പിച്ചു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവരൊക്കെയും ദീനിന്റെ ആളുകളായി നിലനിൽക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖിൽ വന്നിട്ട് ഇമാം അബൂ ഹനീഫയുടെ ഖബർ സന്ദർശിക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹത്തിന്റെ ഖബർ കാണാൻ വേണ്ടി ഇമാം അബൂ ഹനീഫ വന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി എന്നാണ്. അന്നത്തെ ദിവസം ആ നാട്ടിലുണ്ടായിരിക്കുമ്പോൾ സുബഹി വാങ്ക് വിളിച്ചു. നമസ്കാരത്തിൽ ഇമാം ഷാഫി ഖുനൂത്ത് ഓതിയില്ല. അപ്പൊ നമസ്കാരം കഴിഞ്ഞപ്പോ ആളോ ചോദിച്ചു, നിങ്ങൾ ഭയങ്കര ഖുനൂത്തിന് ഭയങ്കര സുന്നത്താണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളല്ലേ, പിന്നെ എന്താ ഖുനൂത്ത് ഓതിയില്ല? ഇമാം ഷാഫി പറഞ്ഞ മറുപടി, ഇമാം ഷാഫി പറഞ്ഞു, റുബ്ബമാ ഇൻഹദറനാ ഇലാ മദ്ഹബി അബീ ഹനീഫ. ചില വിഷയങ്ങളിൽ നമ്മൾ ഇമാം അബൂ ഹനീഫയുടെ മതം സ്വീകരിക്കും. അദ്ദേഹം പോലും തന്റെ ഇമാമായി കാണുന്ന ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്റെ വിഷയ നിലപാടുകൾ സുന്നത്താണെന്നായിരിക്കെ തന്നെ അത് ഒഴിവാക്കാനുള്ള വിശാല മനുഷ്യത ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി കാണിക്കുന്നു. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം അൽ മുവത്ത എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതി. അപ്പോ അത് എഴുതിയത് അന്നത്തെ അബ്ബാസിയ ഖലീഫ മൻസൂറിന്റെ അഭിപ്രായ പ്രകാരമാണ്. അങ്ങനെ അബൂ ജാഫർ മൻസൂർ ഇമാം മാലിക്കിനോട് ഈ ഗ്രന്ഥം എഴുതി കഴിഞ്ഞപ്പോ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ഗ്രന്ഥമായിട്ട് മാലിക്കി ഇമാമിന്റെ വീക്ഷണങ്ങൾ അടങ്ങുന്ന മുവത്തയെ തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഇതുമായി പറ്റില്ല, അത് വേണ്ട. ആളുകൾക്ക് ഇമാം അബൂ ഹനീഫയുടെയും ഇമാം ഷാഫിയുടെയും ഒക്കെ അഭിപ്രായം അറിയാനുള്ള അവകാശമുണ്ട്, മറ്റു മദ്ഹബുകൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇമാം മാലിക് പറഞ്ഞ മറുപടി, ആളുകൾക്ക് അവരവരുടെ വീക്ഷണത്തിൽ സ്വീകരിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് ഇമാം മാലിക് ഇമാം അബൂ ജാഫറിനോട് അഭിപ്രായപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുന്ന നിലപാടുകൾ അവർ ഒരുമിച്ച് നിൽക്കാം എന്നതാണ്. ഈ ഒരു വിശാലമായ, നമുക്കൊക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകും. ഞാൻ പറയുന്നത് കർമ്മശാസ്ത്രത്തിൽ മാത്രമല്ല, ഒരു മുസ്ലിം സമൂഹം, കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന എങ്ങനെ പ്രവർത്തിക്കണം, അവരുടെ പ്രയോറിറ്റികൾ എന്തായിരിക്കണം, അവരുടെ മുൻഗണനകൾ എന്തായിരിക്കണം, ഏത് ഫീൽഡിലാണ് അവർ ശ്രദ്ധ തോന്നേണ്ടത്, ഓരോ സംഘടനകൾക്കും അവരുടേതായ വീക്ഷണങ്ങൾ ഉണ്ടാവാം. എല്ലാം ഈ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നത് പോലെ മുജാഹിദ് പ്രവർത്തിക്കാൻ പാടുള്ളൂ, മുജാഹിദ് പ്രവർത്തിക്കാൻ പാടുന്നതുപോലെ സുന്നി പ്രവർത്തിക്കാൻ പാടുള്ളൂ, അവരെ പോലെ അങ്ങനത്തില്ല. ഒരു പ്രദേശത്ത് ഇസ്ലാമികമായ പ്രവർത്തനം എങ്ങനെ നിർവഹിക്കണം എന്ന വിഷയത്തിൽ ഓരോ സംഘടനകൾക്കും അവരുടേതായ നിലപാടുകൾ ഉണ്ടാവാം. ആ നിലപാടുകൾ ഉണ്ടായിരിക്കത്തിന്റെ പരസ്പരം ഒരുമിക്കാനുള്ള വീക്ഷണം കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, ഇമാം മുആവിയ റളിയല്ലാഹു അൻഹുവും ഇമാം അലി റളിയല്ലാഹു അൻഹും തമ്മിൽ രൂക്ഷമായ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഘാതകരുടെ വിഷയത്തിൽ ആദ്യം ഖിസാസാണോ നടപ്പാക്കേണ്ടത്, ഘാതകരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടപ്പാക്കലാണോ അതല്ല രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തലാണോ എന്ന വിഷയത്തിൽ ഇമാം അലിക്കും ഇമാം മുആവിയക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഈ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം നടന്നുകൊണ്ടിരിക്കുക മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം യമനിലെ ഗവർണറാണ്, കൂഫയിലെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ ഒരു കത്ത് വരുന്നുണ്ട്, പേർഷ്യൻ രാജാവായിരുന്ന ഹിറക്കലിന്റെ കത്താണ്. ആ കത്ത് തുടങ്ങുന്നത് തന്നെയാണ്, യാ മുആവിയ ലഖദ് അലിംതു മാ കാന ബൈനക വബൈന അലി മിൻ ഖിലാഫ്. മുആവിയ, നീയും അലിയും തമ്മിലുള്ള പ്രശ്നം എനിക്കറിയാം നന്നായിട്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ വഇൻ ശീത ലഅർസൽതു ലക ജൈശൻ യഅതി ബിക ബിഅലിയിൻ മുത്തബ്ബനൻ. നീ ഒരു അനുമതി തരാണെങ്കിൽ, ഹിറക്കൽ പറയാണ്, ഞാൻ നിനക്കൊരു സൈന്യം അയച്ചു തരാം, നിനക്ക് ആ സൈന്യമായി ചേർന്നിട്ട് അലിയുടെ തല നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവെക്കാം. ആ സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഹിറക്കൽ എന്നൊരു മറുപടി, യാ ഹിറക്കൽ അന വഅലിയുൻ അഖവാൻ, ഞാനും അലിയും സഹോദരന്മാരാണ്. ഫക്ഫു അന്ന, മേലിൽ ഇമ്മാതിരി തെമ്മാടിത്തം പറയരുത്. അന വഅലിയുൻ അഖവാനി ഫക്ഫു അന്ന വഇല്ല അർസൽതു ഇലൈക ജൈശൻ അലാ റിയാസത്തി അലി അവ്വലുഹാ ഇൻദക വആഖിറുഹാ ഇൻദി. ഞാൻ അയക്കുന്ന ആ സൈന്യത്തിന്റെ പ്രത്യേകത അതിനെ അലി നയിക്കുകയും
ഞാൻ അതിന്റെ പിന്നിൽ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് മേലാൽ ഞങ്ങൾ തെറ്റിക്കുന്ന പണി നടത്തരുത് എന്ന് പറഞ്ഞിട്ട് ഹിറക്കൽ കത്തെഴുതുന്നത്. ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം. പിന്നെ എവിടെ വെച്ചോ നമ്മൾ പല കക്ഷികളായി പിരിഞ്ഞു, പല സംഘടനകളായി പിരിഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെ ഭിന്നിപ്പിലേക്ക് എത്തിച്ചു. ഖുർആന്റെ 2 പദപ്രയോഗം ശ്രദ്ധിച്ചു. ഖുർആന്റെ പദപ്രയോഗം ഒന്ന് ഇഖ്തിലാഫാണ്, അത് ഭിന്നമായ നിലപാടുകൾ വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. അള്ളാഹു ഒരിക്കലും അത് വിലക്കിയിട്ടില്ല. എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മത്തുൻ, എന്റെ ഉമ്മത്തിന് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ അവർക്ക് കാരുണ്യമാകും എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഖുർആൻ വിലക്കിയത് ഇഖ്തലഫ എന്നുള്ളതല്ല, തഫറഖ എന്നാണ്, കക്ഷികളായി മാറി നിൽക്കുക എന്നതാണ്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു, ഖുർആന്റെ പ്രയോഗം വലാ തഖ്തലിഫു എന്നല്ല, നിങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാവരുതെന്നല്ല പഠിപ്പിച്ചത്. വലാ തഫറഖു, വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായിരിക്കെ, വ്യത്യസ്തമായ അജണ്ടകൾ ഉണ്ടായിരിക്കെ നിങ്ങൾ പരസ്പരം ഭിന്നിച്ചുപോയി, ഹൃദയങ്ങൾ ഭിന്നിച്ചുപോയി ചിന്നിച്ചെതറിപ്പോകരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ട് പകരം തഫറഖ് ഉണ്ടാകുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഖുർആൻ പറഞ്ഞ കാര്യമാണ്, ഒന്നാമത്തെ കാര്യം സ്വന്തം നിലപാട് മാത്രമാണ് ശരി എന്ന വീക്ഷണമാണ്. എന്റെ നിലപാട് ശരി, അവനും തെറ്റ് ഇവനും തെറ്റ്, ഞാൻ മാത്രമാണ് ശരി. നമ്മളിൽ എന്ന് അങ്ങനത്തെ ചിന്തയുണ്ടായോ അതോടുകൂടി നമ്മളിൽ സംഘടനാപരമായ പക്ഷപാതിത്വം ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അക്സയില് ഗസയില് വിശ്വാസികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് ഗസയിലെ വിശ്വാസികൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ പ്രശ്നം ഷിയാക്കള് രംഗത്ത് വരുന്നതാണ് എന്ന് പറയുന്ന തരത്തിൽ ദീനിന്റെ അടിസ്ഥാനങ്ങൾ മറന്നുപോയിട്ട് ഷിയാക്കൾക്കെതിരെ സംഘടനയിൽ ഇറാനെതിരെ നിലപാട് സ്വീകരിക്കണം. ഷിയാക്കൾക്കെതിരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ എന്നുള്ള വേറെ വിഷയം. അപ്പൊ പറയാണ്, ബൈത്തുൽ മഖ്ദിസ് യൂതന്മാർ പിടിച്ചെടുക്കുന്നതിനേക്കാൾ ഞങ്ങൾ ഭയം ഷിയാക്കൾ പിടിച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ പറയണമെങ്കിൽ ഇതിനല്ല, ഇത് ഇഖ്തിലാഫല്ല. ഇതിനെയാണ് റബ്ബ് വിലക്കിയത്, തഫറഖ് ഉണ്ടാവരുത് എന്നല്ല റസൂലുള്ളാഹിയോട് അല്ലാഹു പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ മറ്റു മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവരോട് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഞാൻ മാത്രമാണ് ശരി എന്ന് നീ വാദിക്കരുത്, നീ മാത്രമാണ് ശരി എന്ന് നീ വാദിക്കരുത്. അല്ലാഹു പറയാൻ, വഇന്ന ഔ ഇയ്യാകും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. ഞാനും നീയും തമ്മിലുള്ള പ്രശ്നം, നമ്മളിൽ ഒരാൾ സന്മാർഗത്തിലാണ്, നമ്മളിൽ ഒരാൾ വഴികേടിലാണ് എന്ന് ആണ് പറയേണ്ടത്. അല്ല ഞാൻ മാത്രമാണ് സന്മാർഗത്തിൽ എന്ന് പറയരുത് എന്ന് അള്ളാഹുവോട് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. റസൂലിനോട് അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ ഒരു ശേഷി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം എന്താ? രണ്ടാമത്തെ വിഷയം പച്ചയായി പറഞ്ഞാല് സംഘടനകൾക്കുള്ളിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾ വളർന്നു വരുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഞങ്ങളുടെ പൈസ തടയപ്പെട്ടാൽ, ഞങ്ങളുടെ ഫണ്ട് നിലച്ചാൽ, ഞങ്ങളുടെ ഫണ്ട് കിട്ടാൻ ആരെയൊക്കെ തീവ്രവാദിയാക്കണം അവരെയൊക്കെ തീവ്രവാദിയാക്കും. പക്ഷെ ഞങ്ങളുടെ ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടാൻ മതി. ഞാൻ വളരെ ബോധപൂർവം പറഞ്ഞൊരു വാക്കാണ്. കാരണം കേരളത്തിൽ ഏറ്റവും അടുത്തുണ്ടായ സംഘപരിവാറിനോട് ഒരു മുസ്ലിം സംഘടന അടുത്ത ബന്ധം പുലർത്താൻ കാരണം അവരുടെ NRIയിൽ വന്ന അവർക്ക് വന്ന ഫണ്ട് റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പിന്നീട് അവരിൽപ്പെട്ട ഒരാൾ തന്നെ വെളിപ്പെടുത്തി. നമ്മുടെ താല്പര്യം നടക്കണം. അപ്പൊ അവന്റെ പത്രം തകരണം, അവന്റെ ചാനൽ ഇല്ലാതാവണം, അവന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പൊളിക്കണം. എന്താ കാരണം? നിങ്ങളത് പഠനമെങ്കിൽ അത് പൊളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആളെ കിട്ടൂല. ഇതിലെ പിന്നെ ഒന്നും ദീനിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങളോ റബ്ബുമായി ബന്ധപ്പെട്ട ബന്ധമൊന്നുമല്ല, അവനവന്റെ താല്പര്യം. ഇതും ഖുർആൻ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ. അല്ലാഹുവിന്റെ ഒരു ഹുദയില്ലാതെ സ്വന്തമായ താല്പര്യങ്ങൾക്ക് പിന്നിൽ നടക്കുന്നവനേക്കാൾ വലിയ വരികളിൽപ്പെട്ടവനാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അന്ധമായ പക്ഷപാതിത്വം. അന്ധമായ പക്ഷപാതിത്വം. നമ്മുടെ തങ്ങൾ ചെയ്തതെല്ലാം ശരി, നമുക്ക് തെറ്റുപറ്റൂല. അള്ളാഹുവിന്റെ റസൂല് മഅസൂമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ സംഘടനയും ഇസ്മത്തുള്ളതാണ് എന്ന് തീരുമാനിക്കുക. ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല, ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാളെ കേൾക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഒരാളെ കേൾക്കാം, ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കും എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, നിങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകാം, വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, കർമ്മശാസ്ത്രപരമായ ഭിന്നതകൾ ഉണ്ടാകാം, രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാം.
അതേസമയം റബ്ബ് പറയുന്നു, നിങ്ങൾ ഇതിലൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, ഈ ഇഖ്തിലാഫുകൾ ഉണ്ടായിരിക്കെ തന്നെ ഒരു പൊതു പ്ലാറ്റ്ഫോം അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു റസൂൽ പറയാണ്, മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം. ഫദാലിക്കൽ മുസ്ലിം. ആരെങ്കിലും നമ്മളെ പോലെ നമസ്കരിക്കുന്നവരാണ്, നമ്മുടെ ഖിബ്ല പിന്തുടരുന്നവരാണ്, നമ്മൾ അടുത്തതിനെ ഭക്ഷിക്കുന്നവരാണ്, അതായത് ഒരേപോലെ നമസ്കരിക്കുകയും ഖിബ്ലയെ പിന്തുടരുകയും ഭക്ഷിക്കുകയും ചെയ്താൽ അവനെ മുസ്ലിമായി പരിഗണിക്കുന്നു. ഫദാലിക്കൽ മുസ്ലിമുൽ ലദീ ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി ഫലാ തുഖ്ഫിറുല്ലാഹ ഫീ ദിമ്മതിഹി. നമ്മുടെ ഖിബ്ല ഒന്ന്, നമ്മുടെ നമസ്കാരം ഒന്ന്, നമുക്ക് അതൊന്നായിരിക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകാമെന്നാണ്. ഇതാണ് റബ്ബ് പറഞ്ഞു. അടിസ്ഥാനങ്ങൾ ഒന്നായിരിക്കെ, ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ പരസ്പരം യോജിച്ചിരിക്കെ നിങ്ങൾ ഭിന്നിക്കരുത്. രണ്ടാമത്തെ അല്ലാഹു പഠിപ്പിച്ചത്, രണ്ടാമത്തെ ഏറ്റവും മാന്യമായ പെരുമാറ്റങ്ങൾ വെച്ചു പുലർത്തുക പരസ്പരമാണ്. അല്ല, ഖുർആന്റെ പ്രയോഗങ്ങൾ എന്നാലോചിച്ചു. നമ്മൾ സാധാരണ എന്റെ ഉമ്മയുടെ വയറ്റിൽ പറഞ്ഞ ആളെ സഹോദരൻ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തെ കുറിച്ച് പറഞ്ഞാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. മുഅ്മിനുകൾ മുഴുവൻ ഒരേ ഉമ്മയുടെ വയറ്റിൽ പറഞ്ഞ പരസ്പരം സഹോദരന്മാരെ പോലെയാണ്. എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന ഖൈറൻ മിൻഹും. നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത്, പരസ്പരം അഭിപ്രായ ഭിന്നത ഉണ്ടാകരുതെന്നല്ല പറഞ്ഞത്. പരസ്പരം പരിഹസിക്കരുത്, പരസ്പരം ഒറ്റുകൊടുക്കരുത്, പരസ്പരം കളിയാക്കി വിളിക്കരുത്. കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനക്ക് മറ്റൊരു സംഘടനയെ അവരുദ്ദേശിക്കുന്ന ഒന്നുകിൽ മൗദൂദി എന്ന് വിളിക്കും, അല്ലെങ്കിൽ എപി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇ കെ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വഹാബി എന്ന് വിളിക്കും, അതല്ലെങ്കിൽ യാഥാസ്ഥികൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഖുറാഫി എന്ന് വിളിക്കും. മാന്യമായി പരസ്പരം അഭിസംബോധന ചെയ്യാനുള്ള ഒരു രീതി അതുണ്ടായിട്ടില്ല. ഖുർആന്റെ നിർദ്ദേശമല്ല, എല്ലാ തലമും നിങ്ങൾ ഇരട്ടപ്പേര് വിളിക്കരുത്, നിങ്ങൾ ചീത്തപ്പേര് വിളിക്കരുത്, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത നാമം വിളിച്ച് അവരെ ആക്ഷേപിക്കരുത്. ഖുർആൻ പറഞ്ഞാണല്ലോ. അപ്പൊ ഇതുണ്ടായിരിക്കെ തന്നെ രണ്ടാമതല്ല പറഞ്ഞത്. ഒന്ന്, നിങ്ങളുടെ അടിത്തറകൾ, പൊതുവായ അടിത്തറകൾ ഒന്നായിരിക്കുമ്പോൾ നിങ്ങൾ അവരോട് ഏറ്റവും മാന്യമായ പെരുമാറ്റം ഉണ്ടാവണം. മൂന്നാമത്തത്, പൊതുവായ വിഷയങ്ങൾ ഒന്നിക്കാൻ കഴിയണം. നിങ്ങൾ ആലോചിച്ചു, ഉമ്മത്ത് മുസ്ലിമ അവരുടെ പൗരത്വം നഷ്ടപ്പെട്ട് അവരെ ഇവിടുന്ന് പുറന്തള്ളി 37 ലക്ഷം മനുഷ്യന്മാരെ ഓൾറെഡി പുറന്തള്ളാനുള്ള തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും നമ്മളുടെ പ്രശ്നം എന്താണെന്ന് അറിയിച്ചു. അപ്പൊ പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നിലപാടുണ്ടാക്കുക. നാലാമത്തത്, ശത്രുവിന് ഒറ്റിക്കൊടുക്കാതിരിക്കുക. വലാതകൂനന്ന ലഹീറൻ ലിൽ കാഫിരീൻ. ശത്രുവിന്റെ നിലപാടിനൊപ്പം അവന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന, ഞാൻ രക്ഷപ്പെടണം, ഞാൻ നന്നായാൽ മതി, അവനെ എങ്ങനെയെങ്കിലും പെടുത്തണം, അവനെ തീവ്രവാദിയാക്കണോ, ഭീകരവാദിയാക്കണോ, അല്ല അവനെ മറ്റേ മുദ്രാവാക്യം വിളിച്ചവരാണ്, അല്ലെങ്കിൽ അവൻ മറ്റേ ഷഹീദിന്റെ പണം കാണിച്ചവനാണ്, അതുകൊണ്ട് അവനെ ഒഴിവാക്കണം എന്ന നിലപാടാണോ സ്വീകരിക്കേണ്ടത്? അല്ല എന്ന് റബ്ബ് പറയുന്നു. അപ്പൊ പൊതു അടിത്തറകൾ യോജിക്കുക എന്നത് മുസ്ലിം ഉമ്മത്തിലാണ്. ഞാൻ പറഞ്ഞത് മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട റബ്ബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന്, നിങ്ങൾക്ക് പൊതു അടിത്തറകളിൽ നിന്ന് യോജിച്ചുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമിന്റെ പൊതുവായ വിഷയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യമുള്ള സമൂഹമായി നമ്മളെ മാറ്റി തരുമാറാകട്ടെ.